നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുളിമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ടിക്കടകളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ച് കഴിക്കുന്നതാണ് പുളിമിഠായിയും തേൻമിഠായിയും അതുപോലെ തന്നെ പാൽക്കട്ടിയൊക്കെ. അപ്പോൾ തേൻമിഠായിയുടെയൊക്കെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു പുളിമിഠായി ശരിക്കും നമ്മൾ പുറത്തുനിന്ന് പണ്ട് പെട്ടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന സെയിം ടേസ്റ്റാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ചില്ലുകുപ്പിയിലിട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ് ഒത്തിരി നാൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പുളിമിഠായി നല്ല ഈസിയായി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ 200 ഗ്രാം പുളി വെച്ച് ചെയ്യുന്ന കണക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ 200 ഗ്രാമിൻ്റെ തന്നെ ഒരു പാക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ പുളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് അത്യാവശ്യം നല്ല കളറിൽ കണ്ടില്ല, ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത് എടുക്കാൻ നോക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ആ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു അതേ സ്റ്റൈലിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള 200 ഗ്രാം വെച്ച് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയിൽ നിന്ന് ഇനി കുരു ഉണ്ടെങ്കിൽ, ഇതിനകത്ത് അധികം കുരുവൊന്നുമില്ല കേട്ടോ, ഓരോ പീസായിട്ട് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ കുരു മാറ്റുക. അതുപോലെ തന്നെ വലിയ വലിയ നാരുകൾ ഇതുപോലെ കാണാനുണ്ടെങ്കിൽ അതും ഒന്ന് മാറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഞാൻ കുരുവും അതുപോലെ തന്നെ നാരൊക്കെ കളഞ്ഞ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് ഞാനൊരു പകുതി ഭാഗം മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ, മുഴുവനായിട്ട് ചേർത്തിട്ടില്ല. ഒന്ന് അടിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ചെറുതായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ പുളി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. നമുക്ക് പുളിമിഠായി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ വളരെ കുറച്ചല്ലേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാനൊരു പാൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണെങ്കിലും ഉപയോഗിക്കുക, എന്നാലും മാത്രമേ നല്ല കറക്റ്റായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയുള്ളൂ. എണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ നമ്മൾ 200 ഗ്രാം പുളി ഉപയോഗിക്കുമ്പോൾ 250 ഗ്രാം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉരുക്കിയെടുക്കുന്നതിനായിട്ട് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. അധികം ഒന്നും വേണ്ട, ഒരു 3-4 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കരയെ നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ പുളി മിഠായിക്ക് വേണ്ടിയിട്ട് ശർക്കര എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല കളറുള്ള ശർക്കര തന്നെ ഉപയോഗിക്കാൻ നോക്കാം. നമ്മൾ ആ വെള്ള കളറുള്ള ശർക്കരയൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റൊക്കെ ഉണ്ടാകും, പക്ഷേ നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു കളറിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഈ ഒരു കളറിലതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ കറുപ്പ് കളറിൽ ശർക്കര കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലത് അത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ, അതാകുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഒത്തിരി കല്ലും തരികളൊക്കെയുള്ള ശർക്കരയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതുപോലെ ശർക്കര പാനി റെഡിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ അധികം തരികളൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ശർക്കര നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര നല്ലതുപോലെ ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളി ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം തവി വെച്ചിട്ട് നല്ലതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് പുളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ പുളി കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ശരിക്കും ശർക്കരയായിട്ട് യോജിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ടാൽ മതി. ഒരു ലോ ടു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യാൻ നിൽക്കണ്ട, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ശരിക്കും ഡ്രൈ ആക്കിയിട്ടെടുക്കണം. ഈ ശർക്കരയൊക്കെ ഇതുമായിട്ട് ചേർന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതുവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഇത് തെറിച്ച് ശരിക്കും കയ്യിൽ തെറിച്ച് പൊള്ളിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഹൽവയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഇതിപ്പോൾ ഞാൻ അടച്ചു വെക്കുന്നൊന്നുമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അത്യാവശ്യം ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഇതിൻ്റെ കളറ് മാറി കണ്ടോ, നല്ല ഡാർക്ക് കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആ വെള്ള ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല കളറുള്ള ശർക്കര തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരു ഇത്തിരി കൂടി നമുക്ക് കുറുക്കിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുളിമിഠായിക്ക് ആ മധുരവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച്, ഒരു 1/4 ടീസ്പൂണിനടുത്ത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്.
ഇതിനകത്തോട്ടേക്ക് ജീരകം പൊടിച്ചത് കൂടി ഒരു 2 നുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. സാധാരണ ചേർക്കാറുണ്ട്, ഇപ്പം ഞാൻ ഒരു ജീരകത്തിൻ്റെ കുത്തൽ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഒഴിവാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മുളക് പൊടി നിങ്ങൾ ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മുളക് പൊടി ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പുളിമിഠായി ഞാൻ ആദ്യം ഉണ്ടാക്കിയ സമയത്ത് എനിക്കൊരു കയ്പ്പ് രസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുളക് പൊടി ഒരിക്കലും ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഏറ്റവും ലാസ്റ്റ് ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ശരിക്കും പാത്രത്തിനകത്ത് നിന്ന് കണ്ടില്ലേ, ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഇതിനകത്തോട്ടേക്ക് ഒരു ഇത്തിരി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ആ ഒരു നമ്മൾ കവറിലൊക്കെ പൊതിഞ്ഞ് കിട്ടുന്ന ആ പുളിമിഠായിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടുക, പഞ്ചസാര കൂടി കടിക്കുമ്പോൾ. അപ്പോൾ ഞാനൊരു ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല, ഒരു 3-4 ടേബിൾ സ്പൂണിനടുത്താണ്. അപ്പോൾ അതുകൂടി ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് പൊതിഞ്ഞെടുത്തിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പൊതിഞ്ഞെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അലുമിനിയം ഫോയിലിനകത്തോ പ്ലാസ്റ്റിക് കവറിനകത്തോ അതുപോലെ ക്ലിംഗ് ഫിലിമിനകത്തോ ഏതിനകത്ത് വേണമെങ്കിൽ റാപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഒന്ന് കയ്യിൽ എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് നമ്മുടെ ക്ലിംഗ് ഫിലിം ഉണ്ടല്ലോ നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടാണ് റാപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു സ്പൂണിന് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര അളവിലാണ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ കാണിച്ച ക്ലിംഗ് ഫിലിമും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ മുഴുവൻ ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മുഴുവൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുളിമിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരും വളരെയധികം കൊതിയോടെ വാങ്ങിച്ച് കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് പുളിമിഠായിയും അതുപോലെ തന്നെ നെല്ലിക്കൊപ്പിലിട്ടതും അങ്ങനെ ഒത്തിരി ജോഗര മിഠായിയൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് മിക്ക കടകളിൽ ഇത് വാങ്ങിക്കാൻ കിട്ടാനില്ല. അപൂർവം ചില പെട്ടിക്കടകളിലൊക്കെയാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിത് അന്വേഷിച്ച് നടക്കാറുണ്ടല്ലേ. അപ്പോൾ ഇത് ശരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, പുളി ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഒത്തിരി പുളിയുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ശർക്കര അതിനനുസരിച്ച് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ 200 ഗ്രാം പുളിക്ക് നിങ്ങൾക്ക് 300-350 ഗ്രാം വരെയൊക്കെ ശർക്കര ഉപയോഗിക്കാം. അത് പുളിയുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്തി ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.